നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് പറയാൻ പോകുന്ന കഥ ഹൈ പൊട്ടൻഷ്യൽ എപ്പിസോഡ് 7. അപ്പോൾ ആരംഭിക്കലാങ്ങളാ. എപ്പിസോഡ് തുടങ്ങുന്നത് ഒരാൾ രാവിലെ ജോഗിങ് ചെയ്തു വരുന്നത് കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ അവൻ അന്നത്തെ ജോഗിങ് നിർത്തിയിട്ട് നോക്കുമ്പോൾ കുറച്ച് കുട്ടികൾ അവിടെ കിടന്നിരുന്ന ഒരു RV വാനിൽ സ്പ്രേ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എടാ മക്കളെ അങ്ങനെ ചെയ്യലടാ എന്ന് പറഞ്ഞ് അവൻ ആ കുട്ടികളെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് ആ വാനിന്റെ ഡോറിൽ നോക്കിയപ്പോൾ അവിടെ ചളങ്ങിയിരിക്കുന്ന പോലെ കാണുന്നു. അവൻ ഡോറിൽ മുട്ടിയെങ്കിലും അനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പതുക്കെ ഡോറ് തുറന്ന് അകത്തേക്ക് നോക്കി അവൻ ഞെട്ടിപ്പോകുന്നു. അവിടെ ഒരാൾ കണ്ണും തുറന്ന് മരിച്ചിരിക്കുന്നു. അയാളുടെ മുന്നിലുള്ള മേശപ്പുറത്ത് ചോരയെല്ലാം ഉണ്ട്. ഈ എപ്പിസോഡിൽ തെളിയിക്കാൻ പോകുന്നത് ഈ കൊലപാതകമാണ്. അവിടെ നിന്ന് കാണിക്കുന്നത് മോർഗനെയാണ്. അവൾ കുട്ടികളുടെയും ലുഡോയുടെ ഒപ്പം എന്തോ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏവ, ഞാൻ ഇന്ന് ജയിക്കുകയാണെങ്കിൽ ഒരു യെസ് ഡേ അമ്മ സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മോർഗൻ സമ്മതിക്കുന്നു. അങ്ങനെ ഏവ ഗെയിം ജയിക്കുന്നു. അപ്പോൾ നാളെ ഒരു യെസ് ഡേ ആണ്. അതായത് ഏവ എന്ത് പറഞ്ഞാലും മോർഗൻ യെസ് പറയണം. പിറ്റേ ദിവസം മോർഗൻ ഓഫാണ്. അങ്ങനെ രാവിലെ തന്നെ ഒരു ലിസ്റ്റായിട്ട് ഏവ മോർഗന്റെ അടുത്ത് വരുന്നു. അത് അവൾ അന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളാണ്. അതിൽ ആദ്യം തന്നെ അമ്മയുടെ ഓഫീസ് കാണണം എന്നാണ് എഴുതിയിരിക്കുന്നത്. മോർഗന് നോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവൾ ഏവയും കൊണ്ട് LAPD ഓഫീസിലേക്ക് എത്തുന്നു. അപ്പൊ അവിടെ നിന്നിരുന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിലിരുന്ന ബോക്സിലേക്ക് വേറൊരാളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു പട്ടി ചാടി കയറുന്നുണ്ട്. അപ്പൊ അവൾ പെട്ടെന്ന് സോറി പറഞ്ഞ് നായയെ മാറ്റുന്നു. അത് കണ്ടിട്ട് ഏവ പെട്ടെന്ന് ക്യൂട്ട് ഡോഗ് എന്ന് പറഞ്ഞ് അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പൊ ടോം മോർഗന്റെ അടുത്ത് വന്നിട്ട് അവൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഗ്ലാസ് ഡോറിൽ ഒരു ഫോൺ നമ്പർ എഴുതിയിട്ടിരുന്നില്ലേ, അത് നിന്റെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ വിളിച്ചു നോക്കിയാൽ നിനക്ക് അറിയാൻ പറ്റുമെന്ന് മോർഗൻ പറയുന്നു. അപ്പൊ ടോം, ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ ഫോൺ എടുത്തത് 76 വയസ്സുള്ള എഡ്ന എന്ന സ്ത്രീയായിരുന്നു. അവർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം കേട്ടു. പിന്നെ എഡ്ന എന്നെ നാളെ ബൗളിംഗ് ഗെയിം കളിക്കാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ ഒരാളെ കൂടി എക്സ്ട്രാ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കിയാണെന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ ആ കിളവുകളുടെ ഒപ്പം ഡേറ്റിങ്ങിന് വിളിക്കുകയാണെന്ന് മോർഗൻ ചോദിക്കുന്നു. അതെ എന്ന് ടോം പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് അവൾ അപ്പോൾ തന്നെ മറുപടി കൊടുക്കുന്നു. കേൾക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു തോന്നുന്നു. എന്തായാലും മോർഗൻ അവനോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. അവൻ അവളോടും. ഏവയെ കണ്ടിട്ട് ക്യൂട്ട് കിഡ് എന്നൊക്കെ ടോം പറയുന്നുണ്ട്. അതിനുശേഷം അവൻ ബൈ പറഞ്ഞു പോകുന്നു. പിന്നീട് മോർഗൻ ഓഫീസിനകത്തേക്ക് എന്ന് ഏവയെ അവിടെ എല്ലാം കാണിച്ചു കൊടുത്തിട്ട് ആദ്യം ഡാഫ്നിയും പിന്നീട് കാരഡക്കിനെയും പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് ഏവ മോർഗന്റെ ഡെസ്ക് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഡെസ്ക് ഒന്നുമില്ല, ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ നടക്കും എന്ന് പറയുന്നു. ഏവ അത് കേട്ട് ചെറുതായിട്ടൊന്ന് നിരാശയാകുന്നുണ്ട്. അപ്പൊ കാരഡക്ക് എനിക്ക് വേറൊരു കേസ് അന്വേഷിക്കാണ്ട് എന്ന് പറഞ്ഞ് ഏവയോട് ബൈ പറഞ്ഞിട്ട് ഓസിനെയും കൂട്ടി പോകുന്നു. ഏവയാണെങ്കിൽ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞു പോകുന്നു. മോർഗനും എന്തോ പോലെ ആകുന്നുണ്ട്. സത്യത്തിൽ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് മോർഗൻ ആ ഓഫീസിൽ ഒരു സീറ്റില്ല. അവിടെ നിന്ന് കാണിക്കുന്നത് ലെഫ്റ്റനന്റ് മെലൻ ലിഫ്റ്റിലേക്ക് വന്ന് കയറുന്നതാണ്. പുറകെ ആദ്യം ആ ബോക്സ് പിടിച്ചുകൊണ്ടുവന്ന പെൺകുട്ടിയില്ലേ, പട്ടി മേലേക്ക് ചാടി കയറിയത്, അവളും വന്ന് കയറുന്നു. ഇപ്പൊ ബോക്സ് കയ്യിലില്ല. അവൾ മെലന്റെ തോക്കിലേക്ക് വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ട്. എന്നിട്ട് അവൾ അവളുടെ മുടി കെട്ടിവെക്കുന്നു. അവളെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പന്തേട് തോന്നും. പെട്ടെന്ന് അവൾ മെലന്റെ തോക്ക് ഉറയിൽ നിന്നും തട്ടിയെടുക്കുന്നു. ആ തോക്കി മുന്നിൽ മെലനെ നിർത്തി അവൾ ഓഫീസിലേക്ക് കയറി വന്നിട്ട് എല്ലാവരോടും അനങ്ങി പോകരുതെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ റിമോട്ട് പൊക്കി കാണിക്കുന്നു. അപ്പോൾ ഡാഫിന് ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ തോക്കെടുക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അവൾ ആദ്യം കൊണ്ടുവന്ന ആ ബോക്സ് അവിടെ ഇരിക്കുന്നുണ്ട്. അത് കാണിച്ചിട്ട് അതിനകത്ത് ബോംബാണ്. അതിൽ മാത്രമല്ല ഇവിടെ പല ഭാഗങ്ങളിലും ഞാൻ ബോംബ് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിന് മുതിർന്നാൽ ഞാൻ ഈ റിമോട്ട് ഞെക്കും, ആ ബോംബെല്ലാം പൊട്ടിത്തെറിക്കും എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും കൈകൾ പൊക്കിപ്പിടിച്ച് നിൽക്കുകയാണ്. മോർഗൻ ആണെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ മൊബൈലിൽ ഏവയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഏവ വാഷ്റൂമിലാണല്ലോ. അപ്പോൾ തോക്കിക്കൊണ്ടിരുന്ന പെൺകുട്ടിയുടെ പുറകിൽ നിന്നിരുന്ന ഒരു പോലീസുകാരൻ പെട്ടെന്ന് അവളുടെ നേരെ തോക്കി ചൂണ്ടിയതും അതിനടുത്ത് നിന്ന് ഡാഫ്നിക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരുന്നവനില്ലേ, അവൻ ആ പോലീസുകാരനെ ആക്രമിച്ച് ആ തോക്ക് തട്ടിയെടുത്ത് ആരും അനങ്ങിപ്പോരുതെന്ന് പറയുന്നു. അവനും അവളുടെ ഒപ്പോൾ ആളായിരുന്നു. എന്നിട്ട് അവൻ വേസ്റ്റ് ബിൻ എടുത്ത് എല്ലാവരോടും ആയുധങ്ങളും ഫോണുകളും അതിലിടാൻ പറയുന്നു. എല്ലാവരും അങ്ങനെ ചെയ്യുന്നു. മോർഗൻ അവളുടെ ഫോൺ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഏവയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു, ബിൽഡിംഗിൽ നിന്നും പുറത്തു വയ്ക്കോ, ഞാൻ ഓക്കെയാണ്, ഐ ലവ് യു എന്ന് പറഞ്ഞ്. അപ്പൊ തോക്കി കൊണ്ട് പെൺകുട്ടി ഡാഫ്നിയോട് ഈ മുറിയിലുള്ള എല്ലാവരും ഇവിടെ തന്നെ നിൽക്കും, ബാക്കിയുള്ളവരോട് പുറത്തു പോയിക്കോളം പറയാൻ പറയുന്നു. ഡാഫ്നി ഫോൺ എടുത്ത് ഈ ബിൽഡിംഗിൽ ബോംബ് ഭീഷണിയുണ്ട്, എല്ലാവരും പുറത്തു പോകണമെന്ന് പറയുന്നു. അപ്പൊ ഏവയെ കാണിക്കുമ്പോൾ അവൾ അമ്മയുടെ മെസ്സേജ് കണ്ടതിന് ശേഷം വാഷ്റൂമിൽ നിന്നും പുറത്തു വന്നപ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു വെടിശബ്ദം കേൾക്കുന്നു. അതകത്ത് ആ പെൺകുട്ടി CCTV ക്യാമറ വെടിവെച്ച് നശിപ്പിച്ചായിരുന്നു. എന്നിട്ട് അവൾ എന്തിനാണ് അവരെല്ലാവരും തടവിലാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നു. ഒരു നിരപരാധി അയാൾ ചെയ്യാത്ത ഒരു കൊലപാതകത്തിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് രണ്ടാമതൊരു ചാൻസ് കൂടി തരികയാണ് യഥാർത്ഥ കൊലയാളി ആരെന്ന് കണ്ടുപിടിക്കാൻ. അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരും ജീവനോടെ ഇവിടെ നിന്ന് വെളിയിൽ പോകില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ബെസ്റ്റ് ഡിറ്റക്റ്റീവ് ആരാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും 2 സെക്കൻഡ് സൈലന്റ് ആവുന്നുണ്ട്. അപ്പൊ ഞാനാണെന്ന് മെലൻ പറയുന്നു. അപ്പൊ ഡാഫ്നി അതേപോലെ എന്ന രീതിയിൽ മോർഗനെ നോക്കുന്നുണ്ട്. ഇതേസമയം സ്റ്റേഷന് പുറത്ത് പോലീസുകാർ ആ ബിൽഡിംഗ് വളയുന്നുണ്ട്. അപ്പൊ ഓസും കാരഡക്കും കാറിൽ വന്നിറങ്ങുന്നു. അവർ നേരെ പുറത്തുണ്ടായിരുന്ന LAPDയുടെ വാനിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചീഫും ഉണ്ട്. അവർ അകത്തേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല. കാരഡക്ക് ചീഫിനോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ 2 പേര് ബോംബുമായിട്ട് സ്റ്റേഷനകത്തുണ്ട് എന്ന് ചീഫ് പറയുന്നു. എന്നിട്ട് സ്വാറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ക്യാപ്റ്റൻ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഹോസ്റ്റേഴ്സ് എത്ര പേരുണ്ടെന്ന് കാരഡയ്ക്ക് വെച്ചപ്പോൾ 10-12 പേരോളം ഉണ്ട്. അതിൽ സിവിലിയൻസും ഉണ്ട്, പക്ഷെ കൂടുതലും നമ്മുടെ ആളുകളാണെന്ന് ചീഫ് പറയുന്നു. അപ്പോൾ ആ 2 പേരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവർ അവരുടെ ശരിക്കുമുള്ള പേര് എഴുതിയിട്ട് തന്നെയാണ് അകത്തേക്ക് കടന്നിട്ടുള്ളത്. അത് വെച്ച് ആർമി CIDയിൽ നിന്നും അവരുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ചീഫ് അത് കാണിച്ചു കൊടുക്കുന്നു. അതിൽ ആ പെണ്ണിന്റെ പേര് ബ്രൂക്ക്, ആണിന്റെ പേര് ജെർമി. 2 പേര് ആർമിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ അവർ ട്രെയിൻഡ് ആണല്ലോ എന്ന് കാരഡയ്ക്ക് വെച്ചപ്പോൾ ഞങ്ങളുടെ ടീം അങ്ങനെ തന്നെയാണ്, ആവശ്യം വരികയാണെങ്കിൽ ആ രീതിയിൽ തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാൻ ഞങ്ങളും റെഡിയാണെന്ന് സ്വാറ്റ് ക്യാപ്റ്റനും പറയുന്നു. അപ്പോൾ അവർ എങ്ങനെയാണ് സെക്യൂരിറ്റി ചെക്കിങ്ങും കടന്ന് ആ ബോംബുമായിട്ട് ബിൽഡിംഗ് കടന്നതെന്ന് ഓസി വെച്ചപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ അവർ CCTV
ക്യാമറ എല്ലാം തകർത്തിട്ടിരിക്കുകയാണെന്ന് ചീഫ് പറഞ്ഞപ്പോൾ സ്വാറ്റ് ക്യാപ്റ്റൻ എന്റെ പിള്ളേർ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പൊസിഷൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അകത്തുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ചീഫ് എന്തൊക്കെ സംഭവിച്ചാലും ഹോസ്റ്റേഴ്സിന്റെ സേഫ്റ്റിയാണ് നമുക്ക് മുഖ്യം എന്ന് ക്യാപ്റ്റനോട് പറയുന്നു. ക്യാപ്റ്റൻ തീർച്ചയായും എന്ന് പറയുന്നു. അപ്പോൾ ചീഫിന്റെ ഫോണിലേക്ക് മെലന്റെ ഫോണിൽ നിന്നൊരു കോൾ വരുന്നു. ചീഫ് അത് അറ്റൻഡ് ചെയ്തപ്പോൾ സർജന്റ് ലോഗൻ ഹാൻസൺ നിരപരാധിയാണ്. അവൻ ചെയ്യാത്ത കുറ്റത്തിനാണ് LAPD അവൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർക്കത് തിരുത്താൻ ഇന്നൊരു അവസരം തരികയാണ്. ഇല്ലെങ്കിൽ ഇതിനകത്തുള്ള എല്ലാവരും മരിക്കും എന്ന് മെലൻ പറയുന്നു. പക്ഷെ മെലൻ അത് ജെർമി എഴുതി കൊടുത്തത് നോക്കി വായിച്ചായിരുന്നു. അപ്പൊ ചീഫ് അകത്തുള്ള എല്ലാവരും സേഫ് ആണെന്ന് ചോദിച്ചപ്പോൾ ജെർമി പെട്ടെന്ന് ഫോൺ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് അത് വീണ്ടും വേസ്റ്റ് ബാസ്കറ്റിനുള്ളിൽ കൊണ്ടുപോയിടുന്നു. എന്നിട്ട് ബ്രൂക്കിനോട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മെലനെയും കൊണ്ട് അകത്തേക്ക് പോകാൻ അവൾ പറയുന്നു. ജെർമി അങ്ങനെ ചെയ്യുന്നു. അതേസമയം മോർഗന്റെ അടുത്തിരുന്ന ഡാഫ്നി ഏവ പോയിട്ടുണ്ടാവുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാവണം, എല്ലാവരെയും ഒഴിപ്പിച്ചതല്ലേ, കൂടെ അവളും പോയി കാണും എന്ന് മോർഗൻ പറയുന്നു. അപ്പൊ പുറത്ത് ഈ ലോഗന്റെ കേസ് ആരാണ് അന്വേഷിച്ചതെന്ന് നോക്കിയപ്പോൾ അത് ഡിറ്റക്റ്റീവ് ലാവ്ലി എന്ന് പറയുന്ന ഒരാളാണ്. അയാളോട് വരാൻ പറഞ്ഞ് ചീഫ് ഓസിനോട് പറയുന്നു. വീണ്ടും അകത്ത് കാണിച്ചപ്പോൾ ജെറമി മെലനെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോകുന്ന കാണിക്കുന്നു. പുറകെ ക്ലീനിങ് റൂമിൽ നിന്നും ഏവ ഇറങ്ങി വരുന്നു. അവൾ പുറത്തേക്ക് പോകാതെ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ പുറത്ത് ഡിറ്റക്റ്റീവ് ലാവ്ലി വന്ന് നമ്മുടെ ചീഫിനെ കാണുന്നു. അദ്ദേഹത്തോട് ലോഗന്റെ കേസിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ലോഗൻ ഇപ്പോൾ കൊലപാതക കുറ്റത്തിന് ജയിലിലാണ്. 25 വർഷം മുതൽ ചിലപ്പോൾ ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടിയേക്കാം. ഡിറ്റക്റ്റീവ് ലാവ്ലി അത് അന്വേഷിച്ച് ക്ലോസ് ചെയ്ത കേസാണ്. പക്ഷെ അകത്തുള്ള രണ്ടുപേർ പറയുന്നത് അവൻ നിരപരാധിയാണെന്നാണെന്ന് ചീഫ് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ അന്വേഷിച്ച് ക്ലോസ് ചെയ്ത കേസ് വീണ്ടും പരിശോധിക്കാൻ പോവുകയാണോ എന്ന് ഡിറ്റക്റ്റീവ് ലാവ്ലി ചോദിക്കുന്നു. കാരണം അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് ആണ്. ഇതുവരെ അന്വേഷിച്ച കേസുകൾ ഒന്നിനും അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടില്ല. അപ്പോൾ ചീഫ് അകത്തുള്ള ആളുകൾക്ക് അപകടമൊന്നും കൂടാതെ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ലോകം നിരപരാധിയാണെന്ന് നമുക്ക് തെളിയിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഡിറ്റക്റ്റീവ് ലാവ്ലി അവൻ നിരപരാധി അല്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ എങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാവും എന്ന് ചീഫ് പറയുന്നു. അവിടെ നിന്ന് കാണിക്കുന്നത് ഡിറ്റക്റ്റീവ് ലാവ്ലി ലോഗന്റെ കേസിനെ കുറിച്ച് വിശദീകരിക്കുന്നതാണ്. ലോഗൻ കൊന്നു എന്ന് പറയുന്നത് എപ്പിസോഡിന്റെ തുടക്കം കാണിച്ച അയാൾ തന്നെയാണ്. പേര് ഫ്രാൻസിസ് വെബർ, 62 വയസ്സ്, ആർമിയിൽ നിന്നും റിട്ടയർഡ് ആയതാണ്. പക്ഷെ ഇപ്പോൾ കോൺട്രാക്ട് ബേസിൽ പട്ടാളക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആളൊരു ലെജൻഡ് ആണെന്ന് ഡിറ്റക്റ്റീവ് ലാവ്ലി പറയുന്നു. അപ്പൊ കാരഡക്ക് ഫ്രാൻസിസ് എന്ന ഫ്രാങ്ക് അയാളുടെ RV വാനിനകത്ത് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. വാനിന്റെ ഡോർ ചളങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓസ് ഉടനെ ഞാൻ ഈ കേസ് ഓർക്കുന്നുണ്ട്, അയാളുടെ സ്വന്തം തോക്കൊണ്ട് വെടികൊണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലാവ്ലി അതെ, അയാളുടെ നെഞ്ചിൽ എന്ന് പറയുന്നു. അപ്പൊ അകത്ത് കാണിക്കുമ്പോൾ ജെറമീർ മെലനെ കൊണ്ടുപോയത് റെക്കോർഡ്സ് റൂമിലേക്കായിരുന്നു. അവിടെ നിന്നും ഫ്രാങ്കിന്റെ കേസ് ഡീറ്റെയിൽസ് അടങ്ങിയ ബോക്സ് എടുത്തുകൊണ്ട് വന്ന് ഓഫീസിലേക്ക് തിരിച്ചു വരുന്നു. എന്നിട്ട് അതെല്ലാം കേസ് ബോർഡിൽ വീണ്ടും ഒട്ടിക്കുന്നു. അപ്പൊ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഫ്രാങ്കിനെ ഷൂട്ട് ചെയ്ത തോക്ക് അത് അയാളുടെ തോക്ക് തന്നെയാണ്. അത് ഫ്രാങ്കിന്റെ RV വാൻ കിടന്നെടുത്ത് നിന്നും കുറച്ചകലെ ഒരു വേസ്റ്റ് ബിന്നിൽ നിന്നും കണ്ടെടുത്തു. തോക്ക് തുടച്ചിട്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും അവ്യക്തമായ ഫിംഗർ പ്രിന്റുകൾ കിട്ടിയിരുന്നു. അത് ലോഗന്റെ ആയിട്ട് മാച്ചാണ്. പിന്നെ ബുള്ളറ്റ് കൊണ്ടിട്ടുള്ള സ്ഥലത്തിന്റെ ഹൈറ്റ് വെച്ച് ഷൂട്ട് ചെയ്ത ആൾക്ക് 6 അടി പൊക്കമുണ്ട്. ലോഗനും അതേ ഹൈറ്റ് തന്നെയാണ്. കൊല നടക്കുന്നതിന് മുമ്പുള്ള രാത്രിയിൽ ലോഗനെയും ഫ്രാങ്കിനെയും ഒരു ബാറിൽ വെച്ച് കണ്ടവരുണ്ട്. അവരെന്തോ ടെൻഷനിലായിരുന്നുവെന്ന് ബാർടെൻഡർ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പൊ സ്റ്റേഷനകത്ത് മെലന് ലോഗനെ ചോദ്യം ചെയ്ത പേപ്പർ കിട്ടുന്നുണ്ട്. അതായത് ചോദ്യങ്ങളും ലോകം പറഞ്ഞ മറുപടിയും. അപ്പൊ അത് വായിക്കാൻ ജെറമി പറയുന്നു. അതിൽ നീ ചൊവ്വാഴ്ച രാത്രി എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ലോകം പറഞ്ഞിരിക്കുന്നത് അവന്റെ ഗേൾഫ്രണ്ട് ബ്രൂക്കിനൊപ്പം ആയിരുന്നു എന്നാണ്. അതായത് ലോഗനും ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കീഴടക്കിയിട്ടുള്ള ബ്രൂക്കും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ലോഗന്റെ ആലിബൈ ബ്രൂക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ലോഗന് രാജ്യത്തിന് പുറത്ത് അവരുടെ ആർമി ബേസിൽ ഒരു പോസ്റ്റിംഗ് കിട്ടിയിരുന്നു. പക്ഷെ ലോഗൻ അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. അവൻ ജോലിയിൽ സത്യസന്ധനായിരുന്നു. എങ്കിലും അതിലുപരി അവൻ ബ്രൂക്കുമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ഇവിടെ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ ഫ്രാങ്ക് ഒരു പക്ഷേ ലോഗനോട് നീ ആ പോസ്റ്റിന് അർഹനല്ല എന്ന് പറഞ്ഞിരുന്നു കാണണം. അപ്പൊ ആ ദേഷ്യത്തിൽ ലോഗൻ ഫ്രാങ്കിനെ കൊന്നിരിക്കാം, അങ്ങനെയും സാധ്യത ഉണ്ടെന്ന് ഓസ് പറയുന്നു. പക്ഷെ ലോഗൻ പറഞ്ഞിരിക്കുന്നത് ആ തോക്കിൽ അവന്റെ ഫിംഗർ പ്രിന്റ് വന്നതിന് കാരണം കൊല നടന്നതിന് ഒരു ദിവസം മുമ്പ് ലോഗൻ ഫ്രാങ്കിന്റെ തോക്ക് ഉപയോഗിച്ച് ഷൂട്ടിംഗ് റേഞ്ചിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഫ്രാങ്ക് തന്നെയാണ് അയാളുടെ തോക്ക് ഉപയോഗിക്കാനായിട്ട് ലോഗന് കൊടുത്തത്. പക്ഷെ എല്ലാ തെളിവുകളും ലോഗന് എതിരെയായിരുന്നു. അങ്ങനെയാണ് ഡിറ്റക്റ്റീവ് ലാവ്ലി ആ കേസ് ക്ലോസ് ചെയ്തത്. അപ്പൊ ഇതെല്ലാം കേട്ട സ്വാറ്റ് ക്യാപ്റ്റൻ സ്റ്റേഷനകത്തുള്ള രണ്ടുപേരെയും വെടിവെച്ചിട്ടിട്ട് ഹോസ്റ്റേജുകളെ രക്ഷപ്പെടുത്തുന്നതാണ് നല്ലതെന്ന് പറയുന്നു. അത് കേട്ട് കാരഡക്ക് അസ്വസ്ഥനാവുന്നുണ്ട്. അപ്പൊ അകത്ത് മെലൻ കേസ് ബോർഡിൽ നോക്കിയിട്ട് ഈ അന്വേഷണത്തിൽ പ്രത്യേകിച്ച് തെറ്റുപറ്റിയതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ജെറമി നിന്റെ തോന്നലല്ല, ഞങ്ങൾക്ക് സത്യം അറിയണമെന്ന് പറഞ്ഞ് മെലന്റെ നേരെ തോക്ക് ചൂണ്ടുന്നു. അപ്പൊ മോർഗൻ കേസ് ബോർഡ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. പെട്ടെന്ന് അവള് അപ്പോൾ അവൾ ഞാൻ പോലീസല്ല, ഒരു കൺസൾട്ടന്റ് ആണെന്ന് പറയുന്നു. എന്നിട്ട് അവിടെ നിന്നും പതുക്കെ എഴുന്നേറ്റിട്ട് എല്ലാ തെളിവുകളും ലോഗനെതിരാണ്, പക്ഷേ ഒരു കാര്യം മിസ്സിംഗ് ആണെന്ന് പറയുന്നു. അപ്പോൾ ബ്രൂക്ക് ബോംബിന്റെ റിമോട്ട് എടുത്ത് പൊക്കി പിടിച്ചിട്ട് അവളോട് സംസാരിക്കാൻ പറയുന്നു. അപ്പോൾ മോർഗൻ കേസ് ബോർഡിന്റെ അടുത്ത് വന്നിട്ട് അതിൽ ഫ്രാങ്ക് മരിച്ചിരുന്നതിന്റെ മുമ്പിൽ ടേബിളിൽ രക്തം വീണ് കിടക്കുന്നുണ്ട്. അതിൽ ഒരു തുള്ളിയിൽ എന്തോ ഇരുന്നതിന്റെ മൂലയുടെ പാട് പോലെ കാണുന്നു. അതായത് ഫ്രാങ്ക് മരിക്കുമ്പോൾ അവിടെ പേപ്പറോ അതുപോലെ മറ്റെന്തോ ഉണ്ടായിരുന്നു. പക്ഷെ അത് മിസ്സിംഗ് ആണ്. അത് ആ കില്ലർ എടുത്തിട്ടുണ്ടാവും. അതെന്തിനാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫോൺ ചെയ്യണമെന്ന് പറയുന്നു. അവരത് സമ്മതിക്കുന്നു. അങ്ങനെ മോർഗൻ ഫോൺ ചെയ്ത്
കാരഡക്കിനോട് കൊല്ലപ്പെട്ട ഫ്രാങ്കിന്റെ RV1 പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് അവൻ പറയുന്നു. അപ്പോൾ അവൾ കണ്ടുപിടിച്ച കാര്യം പറഞ്ഞിട്ട് അത് ഒരു പക്ഷെ ഒരു പേപ്പർ ആയിരിക്കണം, എന്ത് പേപ്പർ ആണെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ കാരഡക്ക് നേരെ ആ വാനിന്റെ അകത്ത് നിന്ന് അവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, അത് ഓണാക്കി അതിൽ അവസാനം പ്രിന്റ് ചെയ്ത് നോക്കിയപ്പോൾ അതൊരു ഫോമാണ്, DD ഫോം 458. അപ്പൊ അത് കേട്ട ബ്രൂക്ക് അതൊരു പട്ടാളക്കാരനെതിരെ ചാർജ് എഴുതുന്ന ഫോമാണ്. അതായത് നമ്മളിവിടെ കോർട്ട് മാർഷൽ ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ, അതിനുവേണ്ടി റിപ്പോർട്ട് എഴുതുന്ന ഫോം. അപ്പൊ ഫ്രാങ്ക് ലോഗനെതിരെ ചാർജ് എഴുതാൻ തീരുമാനിച്ചിരിക്കും, അതുകൊണ്ട് ലോഗൻ അയാളെ കൊന്നതായിരിക്കും എന്ന് കാരഡാക്ക് പറഞ്ഞപ്പോൾ അതിനൊരു സാധ്യതയില്ല, ലോഗൻ ഒരു സത്യസന്ധനായ പട്ടാളക്കാരനായിരുന്നു എന്ന് ബ്രൂക്ക് പറയുന്നു. അപ്പൊ പെട്ടെന്നാണ് അവിടെ ഒരു ഡോർ തുറന്നു നടക്കുന്ന ജെറമി കാണുന്നത്. അവൻ തോക്കും ചൂണ്ടി അങ്ങോട്ട് ചെന്ന് പുറത്ത് വന്നില്ലെങ്കിൽ ഷൂട്ട് ചെയ്യും എന്ന് പറഞ്ഞ് അലറുന്നു. അത് ഏവയായിരുന്നു. അവൻ ഏവയും കൊണ്ട് അകത്തേക്ക് വരുന്നു. അവളെ കണ്ടത് മോർഗൻ പെട്ടെന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. അതുകൊണ്ട് ജെറമി അവളുടെ നേരെ തോക്കി വിടുന്നു. അപ്പൊ ടോം പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നു. ജെറമി ഉടനെ അവന് നേരെ തോക്കി കൊണ്ടി നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് ഒരമ്മ അവളുടെ മകളെ കെട്ടിപ്പിടിച്ചാണ്, അതിലും വലിയ പ്രശ്നമായിട്ടല്ലേ നീയൊക്കെ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ പ്രശ്നം വഷളാവാതിരിക്കാൻ മെലൻ പെട്ടെന്ന് ഇടപെട്ട് ടോബിനെ പിടിച്ചിരുത്തുന്നു. ബ്രൂക്ക് മോർഗനോട് ഏവയോടും അവിടെ ചെന്നിരിക്കാൻ പറയുന്നു. അവർ അങ്ങനെ ചെയ്യുന്നു. അവിടുന്ന് കാണിക്കുന്നത് കാരഡക്ക് ഫ്രാങ്കിന്റെ മകൾ ലൊറൈനെ വിളിച്ചു വരുത്തിയിരുന്നു. അവള് പറയുന്നത് അച്ഛൻ എല്ലാ സോൾജേഴ്സിനെയും സ്വന്തം മക്കളെ പോലെ ആയിരുന്നു കണ്ടിരുന്നത് എന്നാണ്. പിന്നെ ഈ തിരക്കുകൾക്കിടയിലും എല്ലാ തിങ്കളാഴ്ചയും ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ അച്ഛൻ വരുമായിരുന്നു. അപ്പൊ കാരഡക്ക് മരിക്കുന്നതിന് മുമ്പുള്ള തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ സംശയിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കണ്ടിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ തിങ്കളാഴ്ച ആദ്യമായിട്ട് അച്ഛൻ ഡിന്നർ കഴിക്കാൻ വന്നിരുന്നില്ല, ചോദിച്ചപ്പോൾ എന്തോ അത്യാവശ്യമായിട്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു എന്ന് ലൊറൈൻ പറയുന്നു. ഇതേസമയം അകത്ത് ഏവ അമ്മയോട് സോറി പറയുന്നു. എനിക്ക് അമ്മയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ തോന്നിയില്ല, അതാണ് ഞാൻ പോകാത്തതെന്ന് പറഞ്ഞപ്പോൾ സാരമില്ല, നിനക്കൊന്നും സംഭവിക്കാൻ അമ്മ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മോർഗൻ ഏവയെ സമാധാനിപ്പിക്കുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് ഒരു കോള് വരുന്നു. അത് കാരഡക്കായിരുന്നു. അവൻ വിളിച്ച് മോർഗനോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്താ കാര്യം എന്ന് ബ്രൂക്ക് ചോദിക്കുന്നു. അപ്പൊ കാരഡക്ക് ഫ്രാങ്ക് തിങ്കളാഴ്ച മകളോടൊപ്പമുള്ള ഡിന്നർ ഒഴിവാക്കിയിട്ട് എങ്ങോട്ടോ പോയിരുന്നു, പക്ഷെ വണ്ടിയിൽ നാവിഗേഷൻ സിസ്റ്റം ഇല്ല, എവിഡൻസ് ബോക്സിൽ ഫ്രാങ്കിന്റെ മൊബൈൽ ഉണ്ടാവും, അതിൽ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നു. ബ്രൂക്ക് മോർഗനെ വിളിക്കുന്നു. അപ്പൊ ലൊറൈൻ പാസ്വേഡിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് അത് പറഞ്ഞു കൊടുക്കുന്നു, 9484. മോർഗൻ ഫോൺ അൺലോക്ക് ചെയ്ത് ഫ്രാങ്ക് എങ്ങോട്ടാണ് പോയതെന്ന് ചെക്ക് ചെയ്തപ്പോൾ അവൾക്ക് ഒരു അഡ്രസ് കിട്ടുന്നു. അത് പറഞ്ഞപ്പോൾ ചീഫ് ആ ഏരിയയിൽ പ്രോസ്റ്റിറ്റ്യൂഷനും മയക്കുമരുന്ന് കച്ചവടം ധാരാളം ഉണ്ട്, പണ്ട് ഞങ്ങൾ എല്ലാ രാത്രിയിലും അവിടെ നിന്ന് ആളുകളെ അറസ്റ്റ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ലൊറൈൻ പെട്ടെന്ന് എന്റെ അച്ഛൻ അങ്ങനെ ഒരാളല്ല, അദ്ദേഹം മദ്യപിക്കാറ് പോലും ഇല്ല എന്ന് പറയുന്നു. അപ്പൊ മോർഗൻ ഫ്രാങ്ക് 20 മിനിറ്റിന് ശേഷം വേറൊരു അഡ്രസ്സിൽ കൂടി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ അഡ്രസ് പറഞ്ഞു കൊടുത്തപ്പോൾ ഓസ് അത് ചെക്ക് ചെയ്യുന്നു. അതൊരു ഡി അഡിക്ഷൻ സെന്ററിന്റെ അഡ്രസ് ആണ്. അപ്പൊ ഫ്രാങ്ക് ആ ഡ്രഗ്സ് എല്ലാം വിൽക്കുന്ന ഏരിയയിൽ നിന്നും ആരോ ഒരാളെ പിക്ക് ചെയ്തിട്ട് അയാളെ ഡി അഡിക്ഷൻ സെന്ററിൽ ആക്കാനാണ് പോയിരുന്നത്. കാരഡക്കായി ഡി അഡിക്ഷൻ സെന്ററിൽ വിളിച്ചിട്ട് ഫ്രാങ്ക് അന്ന് ആരെയാണ് അഡ്മിറ്റ് ചെയ്തത് എന്ന് അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം കോൺഫിഡൻഷ്യലാണ്, അതുകൊണ്ട് അവർ ഇൻഫർമേഷൻ ഒന്നും കൊടുക്കുന്നില്ല. അയാളൊരു കൊലപാതകയായിരിക്കും എന്ന് വരെ കാരഡക്ക് പറഞ്ഞെങ്കിലും അപ്പോഴും അവർ ഇൻഫർമേഷൻ ഒന്നും കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇനി വാറന്റ് എല്ലാം മേടിച്ച് ആ ഇൻഫർമേഷൻസ് എല്ലാം അവിടെ നിന്ന് അറിയണമെങ്കിൽ അതിന് സമയമെടുക്കും. അപ്പൊ ചീഫ് ഓസിന്റെ അടുത്ത് ഫ്രാങ്ക് ട്രെയിൻ ചെയ്തിരുന്ന ആരെങ്കിലും ഡ്രഗ് കേസിൽ എന്തെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. വീണ്ടും അകത്ത് കാണിക്കുമ്പോൾ ജെറമി എന്തോ ടെൻഷനിലാണ്. അവൻ ബ്രൂക്കിനെ മാറ്റി നിർത്തി ഈ പോലീസുകാർ വിശ്വസിക്കരുത്, അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ബ്രൂക്ക് അവനോട് റിലാക്സ് ആവാൻ പറയുന്നുണ്ട്. അതേസമയം മെലൻ രഹസ്യമായിട്ട് ഞാൻ ജെറമിയെ കീഴ്പ്പെടുത്താം, നിങ്ങൾ ബ്രൂക്കിനെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് ഡാഫ്നിയോടും വേറൊരു ഓഫീസറോടും ചോദിക്കുന്നു. പക്ഷെ ഡാഫ്നിക്ക് ആ കാര്യത്തിൽ ഉറപ്പില്ല, കാരണം ബ്രൂക്കിന്റെ കയ്യിൽ ബോംബിന്റെ റിമോട്ട് ഉണ്ടല്ലോ, ഒരു സെക്കൻഡ് മതി അവൾക്ക് അത് ഞെക്കാൻ, അതുകൊണ്ടാണ്. പക്ഷെ ബ്രൂക്ക് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവസരം കിട്ടിയപ്പോൾ മെലൻ ജെറമിയെ ആക്രമിച്ച് ആ തോക്ക് തട്ടിപ്പറിക്കാൻ നോക്കുന്നു. അത് കണ്ട് ബ്രൂക്ക് റിമോട്ടും തോക്കും നീട്ടി മറ്റുള്ള ആളുകളോട് അനങ്ങിപ്പോരുതെന്ന് പറയുന്നു. അപ്പൊ പെട്ടെന്ന് ടോമും മെലനെ സഹായിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നു. അങ്ങനെ അവർ 3 പേരും കൂടെ ബലം പിടിച്ച് പെട്ടെന്നൊരു വെടി പൊട്ടുന്നു. ജെറമി തറയിലേക്ക് വീഴുന്നു. ടോം തെറിച്ച് സൈഡിലേക്ക് മറിയുന്നു. എഴുന്നേറ്റ് നിന്ന മെലന്റെ ഷട്ടിൽ നിറയെ ചോര. എല്ലാവരും ഞെട്ടി നിൽക്കുവാണ്. പക്ഷേ ശരിക്കും വെടി കൊണ്ടത് ടോമിനായിരുന്നു. അവന്റെ കാലിനാണ് വെടി കൊണ്ടത്. അപ്പൊ അകത്ത് വെടി പൊട്ടിയ വിവരം അറിഞ്ഞ സ്വാറ്റ് ക്യാപ്റ്റൻ അത് ചീഫിനോട് പറയുന്നു. എന്നിട്ട് ചീഫ് പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ അവന്റെ ടീം അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കാരഡക്ക് അത് സമ്മതിക്കുന്നില്ല. മോർഗന് കുറച്ച് സമയം കൂടി കൊടുക്കുക എന്നാണ് അവൻ പറയുന്നത്. അപ്പൊ സ്വാറ്റ് ടീമിന്റെ ക്യാമറ വിഷ്വൽസ് അവർക്ക് കിട്ടുന്നുണ്ട്. അകത്ത് ജെറമി മെലനെ ഒരു കസേരയിൽ ഇരുത്തി വിലങ്ങ് വയ്ക്കുന്നു. എന്നിട്ട് നീയാണ് ഇപ്പോൾ സംഭവിച്ചതിന് കാരണം എന്ന് അവൻ മെലനോട് പറയുന്നു. ഡാഫ്നി ടോമിന്റെ മുറിവ് മുറുക്കി പിടിച്ചിരിക്കുകയാണ്. മോർഗൻ അടുത്ത് തന്നെയുണ്ട്. അവൾ ടോമിന്റെ കാല് പൊക്കി വയ്ക്കാൻ ഒരു ബോക്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ ബ്രൂക്ക് അതെടുത്ത് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തപ്പോൾ അവളുടെ വയറിലേക്ക് മോർഗൻ നോക്കുന്നുണ്ട്. അവൾ അവിടെ എന്തോ കണ്ട്. അങ്ങനെ അവർ ആ ബോക്സിന് മുകളിലേക്ക് ടോമിന്റെ കാല് പൊക്കി വയ്ക്കുന്നു. പുറത്ത് കാണിക്കുമ്പോൾ 2 പോലീസുകാർ സിഗരറ്റ് വലിക്കുന്നുണ്ട്. കാരഡക്ക് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന് ചീഫിനെ വിളിച്ച് ആ ഡി അഡിക്ഷൻ സെന്ററിന് തൊട്ടടുത്തായിട്ട് ഏതെങ്കിലും ചെറിയ കടകളുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ എന്തിനാണെന്ന് ചീഫ് ചോദിക്കുന്നു. ഫ്രാങ്ക് നമ്മൾ കരുതുന്ന കൊലപാതകയെ ഡി അഡിക്ഷൻ സെന്ററിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവന്റെ കയ്യിൽ കാർ ഉണ്ടാവില്ലെന്നാണ്. ഒരു രോഗിക്ക് അവിടെ വരികയോ പോവുകയോ ചെയ്യാം. അപ്പോൾ ഒരു അഡിക്റ്റ് എന്തായാലും ദിവസവും രാവിലെ ഒരു സിഗരറ്റും കോഫിയും കഴിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ അവൻ അവിടെ അടുത്തുള്ള കടയിലേക്ക് നടന്നു പോകാനാണ് സാധ്യത. അവിടെ അടുത്ത് കടകളുണ്ടെങ്കിൽ അവിടെ ചെന്ന് 6 അടി പൊക്കമുള്ള മിലിറ്ററി ഹെയർ കട്ട് ചെയ്ത ആരെങ്കിലും രാവിലെ ഇതുപോലെ കോഫിയും സിഗരറ്റും വാങ്ങാൻ വന്നിരുന്നു എന്ന് അന്വേഷിക്കാമെന്ന് കാരഡക്ക് പറയുന്നു. അപ്പൊ LAPD ഓഫീസിന്റെ അകത്ത് ടോമിന്റെ കണ്ടീഷൻ കണ്ട മോർഗൻ അവന് 15 മിനിറ്റിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിലും മരിച്ചു പോകുമെന്ന് പറയുന്നു. പക്ഷെ ജെറമി അത് സമ്മതിക്കുന്നില്ല. അപ്പൊ ബ്രൂക്ക് നിനക്കത് എങ്ങനെ അറിയാമെന്ന് മോർഗനോട് ചോദിച്ചപ്പോൾ ഞാൻ എന്റെ മൂത്ത മകളെ ഗർഭിണിയായിരിക്കുമ്പോൾ വല്ലാതെ ഭയന്നിരുന്നു. അവളുടെ സേഫ്റ്റി മാത്രമായിരുന്നു എന്റെ ചിന്ത. അതുകൊണ്ട് ഞാൻ 1000 കണക്കിന് ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിരുന്നു. ആ എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ് ഇയാൾക്ക് മെഡിക്കൽ സഹായം വേണമെന്ന്
എന്ന് പറയുന്നു. അപ്പൊ ബ്രൂക്ക്, നീ ആ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്തതിന് ഗുണമുണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ, ക്ലാസ്സുകളുടെ ഉപരി എന്റെ മകൾ ഏവിയാണ് എങ്ങനെ ഒരു പാരന്റ് ആവാമെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് പറഞ്ഞിട്ട് ശബ്ദം കുറിച്ചിട്ട് നിനക്ക് നിന്റെ കുട്ടിയും അത് പഠിപ്പിച്ചു തരും എന്ന് പറയുന്നു. അപ്പൊ ബ്രൂക്ക്, നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ, ലോകന് രാജ്യം വിട്ടുപോകാൻ താല്പര്യമില്ലാതിരുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരു കുടുംബജീവിതം തുടങ്ങാൻ പോയായിരുന്നു. നിങ്ങൾ കുട്ടികൾ ഉണ്ടാവുന്നതിനുള്ള ട്രീറ്റ്മെന്റിലായിരുന്നു. അതിനെടുക്കുന്ന വൈറ്റമിൻസ് കാരണം സ്കിൻ ഡ്രൈ ആവും. അതാണ് നീ ആദ്യം മാന്തിക്കൊണ്ടിരുന്നത്. അതേപോലെ ഫെർട്ടിലിറ്റി ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്യുന്ന സ്ഥലത്ത് തടിപ്പും പാടുകളും വരും. അതാണ് മോർഗൻ ആദ്യം അവളുടെ വയറിലേക്ക് നോക്കിയപ്പോൾ കണ്ടത്. ഇത് പറഞ്ഞിട്ട്, എനിക്കറിയാം നിനക്ക് ഇവിടെയുള്ള ആരെയും ഉപദ്രവിക്കണമെന്നില്ല, ലോകന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് മാത്രമാണ് ഉള്ളത്. പക്ഷേ ഇവനിപ്പോ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കണമെന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം കേട്ടോണ്ടെന്ന് ജെറമി ബ്രൂക്കിനോട്, ഈ കാര്യങ്ങളെല്ലാം ലോകൻ എന്നോട് എന്താ പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ, എനിക്കറിയില്ല അതിനെന്താ ഇപ്പൊ പ്രശ്നം എന്ന് ബ്രൂക്ക് ചോദിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് നുണ പറയുകയാണ്, അതാണ് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് ജെറമി ദേഷ്യപ്പെടുന്നു. അടുത്ത സീരിയൽ കാരഡക്ക് ഡി അഡിക്ഷൻ സെന്ററിന് അടുത്തുള്ള ഒരു കടയിൽ അന്വേഷിച്ചിട്ട് ചൊവ്വാഴ്ച രാവിലെ 8:36 അവൻ പറഞ്ഞ അടയാളങ്ങളുള്ള ഒരാൾ അവിടെ നിന്ന് കോഫിയും സിഗരറ്റും വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു ATM സെക്യൂരിറ്റി ക്യാമറയിൽ നിന്നും ഒരു അവ്യക്തമായ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവനത് ചീഫിന് അയച്ചു കൊടുക്കുന്നു. ആ ഫോട്ടോ കണ്ട് ചീഫ് നിരാശയാകുന്നു, കാരണം അത് ഒട്ടും ക്ലിയർ അല്ലായിരുന്നു. ചീഫ് അത് ഓസിന് കാണിച്ചു കൊടുത്തപ്പോൾ ആ ഫോട്ടോയിലുള്ള ആൾ ഇട്ടിരിക്കുന്ന ജാക്കറ്റ് ആർമിക്കാർ ഉപയോഗിക്കുന്ന തരത്തിലുള്ളതല്ലേ എന്ന് ഓസ് ചോദിക്കുന്നു. ചീഫ് ഉടനെ അകത്തേക്ക് ഫോൺ വിളിക്കുന്നു. ജെറമി ഫോൺ എടുത്തപ്പോൾ ഫ്രാങ്കിന്റെ ഫോണിലേക്ക് ആ ഫോട്ടോ അയച്ചിട്ടുണ്ട്, അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ആളാണെന്ന് നോക്കാൻ പറയുന്നു. ജെറമിക്ക് ആ ഫോട്ടോ കണ്ടിട്ട് ദേഷ്യം വരുന്നു, കാരണം അത് ആരാണെന്ന് ഒട്ടും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവൻ ദേഷ്യത്തിൽ ആ മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞിട്ട് ചീഫിന്റെ കോൾ കട്ട് ചെയ്യുന്നു. അപ്പൊ ടോം ഞരങ്ങുന്നത് കേട്ട മെലൻ അവൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊലപാതക കേസിന് അകത്തു പോകും എന്ന് പറഞ്ഞപ്പോൾ ജെറമി ദേഷ്യത്തിൽ മിണ്ടാതിരിക്കാൻ പറഞ്ഞ് മെലൻ നേരെ തോക്കിക്കൊണ്ടുന്നു. അത് കണ്ട് ബ്രൂക്ക് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജെറമി വല്ലാത്ത ദേഷ്യത്തിലാണ്. പോലീസുകാർ അവന് വിശ്വാസമില്ല, അവരിതൊന്നും തെളിയിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കേട്ട മോർഗൻ പെട്ടെന്ന്, ഞാൻ തെളിയിക്കും, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, പക്ഷേ ടോമിനെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കണം എന്ന് പറയുന്നു. ടോമിന്റെ കണ്ടീഷൻ മോശമാണെന്ന് മനസ്സിലായ ബ്രൂക്ക് അത് സമ്മതിക്കുന്നു. അവൾ ഏവയെ ടോമിനെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് വിളിക്കുന്നു. മോർഗനെ ഏവയും കൂടി ടോമിനെ താങ്ങി പിടിച്ച് ലിഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. പുറകെ തോക്കും ചൂണ്ടി ബ്രൂക്കും ഉണ്ട്. അവർ രണ്ടുപേരും ലിഫ്റ്റ് കയറ്റിയിട്ട് മോർഗൻ ഏവയോട്, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, മോൾ ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു. ലിഫ്റ്റ് പോയതിനു ശേഷം മോർഗൻ സങ്കടത്തിലും ദേഷ്യത്തിലും അകത്തേക്ക് പോകുന്നു. അകത്ത് ജെറമി അപ്പോഴും നല്ല ദേഷ്യത്തിലാണ്. പോലീസുകാർ അനാവശ്യമായി വെറുതെ സമയം കളയാണ്, അവർ ആകെ ചെയ്യുന്നത് ഇങ്ങോട്ട് കുറെ ഫോൺ കോളുകൾ വിളിക്കുന്നത് മാത്രമാണ്, അതുകൊണ്ടൊന്നും ഒരു ഉപയോഗമില്ല എന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ കേസ് ബോർഡിൽ ആഞ്ഞിരിക്കുന്നു. അവൻ അങ്ങനെ ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മോർഗൻ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നിട്ട് ഫ്രാങ്കിന്റെ മൊബൈലിലേക്ക് ഫോൺ കോളുകളൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ നീ എന്താണ് പറഞ്ഞതെന്ന് ബ്രൂക്കി വെച്ചപ്പോൾ മോർഗൻ എഴുന്നേറ്റ് വന്നിട്ട് ഫ്രാങ്കിന്റെ മൊബൈലിലേക്ക് ആരും അവനെ കോൾ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. പിന്നെ ആ ലൊക്കേഷനിലേക്ക് എങ്ങനെ അവൻ പോയി എന്ന് ചോദിച്ച് അവൾ എവിഡൻസ് ബോക്സിൽ നിന്നും ഫ്രാങ്ക് പർച്ചേസ് ചെയ്ത കുറെ ബില്ലുകൾ എടുത്തു നോക്കിയിട്ട് 2 ആഴ്ച മുമ്പ് ഫ്രാങ്ക് ഒരു ലഗേജ് ലൊക്കേറ്റർ ടാഗ് മേടിച്ചിരുന്നു എന്ന് പറയുന്നു. അതായത് ആ ടാഗ് ലഗേജിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങാനും ലഗേജ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫ്രാങ്ക് അറിയാൻ ശ്രമിച്ചിരുന്നത് അവന്റെ ടീമിൽപ്പെട്ട പട്ടാളക്കാരൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നായിരുന്നു. അന്ന് ആ ലൊക്കേറ്റർ ടാഗ് മയക്കുമരുന്ന് കച്ചവടം നടക്കുന്ന ആ ഏരിയയിലേക്ക് നീങ്ങുന്നത് കണ്ട ഫ്രാങ്ക് അത് ഫോളോ ചെയ്ത് പോകുന്നു. പക്ഷേ ആ ടാഗ് ലഗേജിലോ പാക്കറ്റിലോ ഒന്നും ആയിരുന്നില്ല, അത് ആ കൊലയാളിയിലായിരുന്നു എന്ന് പറഞ്ഞ് മോർഗൻ ചീഫ് അയച്ചു കൊടുത്ത ആ അവ്യക്തമായ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. അയാളാണ് ആ കൊലയാളി. ഫ്രാങ്ക് കഴിഞ്ഞ തവണ അവനെ കണ്ടപ്പോൾ എങ്ങനെയോ ആ ടാഗ് അവന്റെ ദേഹത്ത് ഒളിപ്പിച്ചു എന്ന് മെലൻ പറയുന്നു. ഫ്രാങ്കിന്റെ കൊലയാളിക്ക് അവൻ ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു എന്ന് അറിയില്ലെങ്കിൽ ഇപ്പോഴും ആ ടാഗ് അവന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും എന്ന് മോർഗൻ പറയുന്നു. എന്നിട്ട് മിക്ക ടാഗുകൾക്കും ഒരു ആപ്പ് ഉണ്ടാവും, അതിൽ ആ ടാഗ് എവിടെയെല്ലാം ആയിരുന്നു എന്നതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും എന്ന് പറഞ്ഞ് അവൾ ഫ്രാങ്കിന്റെ മൊബൈൽ എടുത്ത് അത് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ടാഗ് ഫ്രാങ്കിന്റെ മരണസമയത്ത് RV വാനിൽ തന്നെയായിരുന്നു എന്ന് കാണുന്നു. അതായത് ഫ്രാങ്ക് ഫോളോ ചെയ്തിരുന്ന പട്ടാളക്കാരൻ, നമ്മുടെ കഥയിലെ കൊലയാളി. അപ്പൊ മെലൻ ഫ്രാങ്ക് ആ കൊലയാളിയുടെ മയക്കുമരുന്ന് ഉപയോഗം റിപ്പോർട്ട് ചെയ്താൽ അവന്റെ പണി പോകുമെന്ന് അവൻ അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അന്ന് വാനിൽ ഫ്രാങ്ക് പ്രിന്റ് ചെയ്ത് വെച്ചിരുന്ന DD ഫോം 458 കൊലയാളി എടുത്തുകൊണ്ട് പോയത്. ഇപ്പൊ കാരണം മനസ്സിലായില്ലേ? അപ്പൊ ആരാണ് ആ കൊലയാളി എന്ന് ജെറമി ചോദിച്ചപ്പോൾ അറിയില്ല, പക്ഷെ അവൻ എവിടെയാണെന്ന് പറയാമെന്ന് പറഞ്ഞ് മൊബൈലിലെ ലൊക്കേറ്റർ ടാഗിന്റെ ആപ്ലിക്കേഷൻ നോക്കി ആ ടാഗ് ഇപ്പോൾ എവിടെയാണെന്നുള്ള അഡ്രസ് മോർഗൻ ഫോണിൽ കൂടി ഓസിന് പറഞ്ഞു കൊടുക്കുന്നു. അവനത് സെർച്ച് ചെയ്ത് എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞപ്പോൾ കാരഡക്ക് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ആ അഡ്രസ്സിലുള്ള ആൾ മിലിറ്ററിയിലുള്ള ആളാണെന്ന് ചീഫ് ചോദിച്ചപ്പോൾ ഓസ് ഡേറ്റ ചെക്ക് ചെയ്ത് അവൻ ആർമിയിലാണ്, ഇപ്പോൾ ടെമ്പററി ഡ്യൂട്ടിയാണ് എന്ന് പറയുന്നു. അപ്പൊ മോർഗൻ മൊബൈലുള്ള ആ ടാഗ് ആപ്ലിക്കേഷൻ നോക്കി അവൻ ഇപ്പോൾ എങ്ങോട്ടോ പോവുകയാണെന്ന് പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ കാരഡക്കും മറ്റ് പോലീസുകാരും ചേർന്ന് അവൻ അറസ്റ്റ് ചെയ്യുന്നു. അവൻ ആ അവ്യക്തമായ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ അതേ ജാക്കറ്റും തൊപ്പിയും തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. ജാക്കറ്റിന്റെ പോക്കറ്റിൽ നിന്നും കാരഡക്ക് മയക്കുമരുന്ന് കണ്ടെടുക്കുന്നുണ്ട്. വേറൊരു പോക്കറ്റിൽ നിന്നും ഫ്രാങ്ക് വെച്ചിരുന്ന ലൊക്കേറ്റർ ടാഗും കാരഡക്ക് എടുക്കുന്നു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ച അവനോട് കാരഡക്ക് ഇതിന്റെ അർത്ഥം ഫ്രാങ്ക് വെബറിനെ കൊന്ന കേസിൽ നീ അറസ്റ്റിലാണ് എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ കൊലയാളി പിടിയലായി. അവനെ പിടിച്ച കാര്യം ചീഫ് അകത്തേക്ക് വിളിച്ച് പറയുന്നുണ്ട്. അത് കേട്ട് ബ്രൂക്ക് വളരെ സന്തോഷത്തിലാകുന്നു. ബാക്കി എല്ലാവരും ദീർഘനിശ്വാസം വിടുന്നുണ്ട്. അപ്പോൾ ലോഗൻ ഇനി വെറുതെ വിടില്ല എന്ന് ബ്രൂക്ക് ചോദിച്ചപ്പോൾ വിടുമെന്ന് പറഞ്ഞ് മോർഗൻ എഴുന്നേറ്റ് വന്ന് ഇനി ആ തോക്കെല്ലാം താഴെ വെക്കി, ബാക്കി കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞപ്പോഴേക്കും ജെറമി പെട്ടെന്ന് ബ്രൂക്കിന് പുറകിൽ നിന്നും തലക്കടിച്ച് വീഴ്ത്തുന്നു. അവളുടെ ബോധം പോയി. അവൻ പെട്ടെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ബോംബിന്റെ റിമോട്ട് എടുക്കുന്നു. എന്നിട്ട് അവരുടെ നേരെ തോക്ക് ചൂണ്ടി എനിക്ക് വേണ്ടത് കിട്ടാതെ ഒന്നും തീർന്നിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഡാഫ്നെ വിളിച്ചിട്ട് ചീഫിനെ വിളിച്ച് എനിക്കൊരു ഡീല് സംസാരിക്കണമെന്ന് പറ, അല്ലെങ്കിൽ ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പൊ എന്താ ഓർത്ത് മോർഗൻ നീ ആ ബട്ടൺ പ്രസ് ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പൊ ജെറമി കലിപ്പിൽ ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഇവിടെ എല്ലാം പീസ് ആവും
എന്ന് പറഞ്ഞപ്പോൾ അത് ആ ബോംബ് ഒറിജിനൽ ആണെങ്കിലല്ലേ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ഈ പ്ലാസ്റ്റിക് ബോംബ് ഉണ്ടാക്കുന്ന കമ്പനിക്കാർ അതിലൊരു പ്രത്യേക കെമിക്കൽ ഉപയോഗിക്കണമെന്നുണ്ട്. ആ കെമിക്കൽ മനുഷ്യന് സ്മെല്ല് ചെയ്താൽ കിട്ടില്ല, പക്ഷേ പട്ടികൾക്ക് കിട്ടും. കാരണം അത് പട്ടികളുടെ മൂക്കിന് ഒരു ഇറിറ്റേഷൻ പോലെയാണ്. അത് ട്രെയിൻഡ് ഡോഗിനായാലും അല്ലാത്തതിനും അനുഭവപ്പെടും. ഇവിടെ ഈ ബോക്സുമായിട്ട് ബ്രൂക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പട്ടി അവളുടെ മേലേക്ക് വെറുതെ ചാടി കയറിയിരുന്നു. പക്ഷെ പട്ടി ആ ബോക്സ് മൈൻഡ് ചെയ്തതേയില്ല. അതിനർത്ഥം അതിൻ്റെ അകത്ത് ആ കെമിക്കൽ ഇല്ല എന്നാണ്, അതായത് ബോംബ് ഇല്ല എന്ന്. അപ്പൊ ജെറമി ഈ ബോംബ് ഹോം മെയ്ഡ് ആണ്, ബ്രൂക്ക് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. അതായത് ഇത് കമ്പനി സാധനമല്ല, അതുകൊണ്ട് ആ കെമിക്കൽ അതിൽ ഉണ്ടാവില്ല എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മോർഗൻ, നീ അത് കണ്ടായിരുന്നോ അതോ അവൾ നിന്നോട് പറഞ്ഞതാണെന്ന് ചോദിക്കുന്നു. അത് കേട്ട് അവൻ 2 സെക്കൻഡ് സൈലന്റ് ആവുന്നുണ്ട്. അപ്പോൾ ചീഫിനെ വിളിക്കാൻ ഫോൺ എടുത്ത ഡാഫിനി വിളിക്കാതെ റിസീവർ പതുക്കെ താഴെ വെക്കുന്നു. അപ്പം മിണ്ടാതെ നിന്ന് ജെറമിയെ കണ്ട മോർഗൻ, പ്രഗ്നന്റ് ആവാൻ തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീ ബോംബ് ഉണ്ടാക്കാൻ വേണ്ട ടോക്സിക് കെമിക്കലുകളെല്ലാം ഹാൻഡിൽ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് ഒരുമിച്ചല്ലല്ലോ വന്നത് എന്ന് ചോദിക്കുന്നു. കാരണം മോർഗൻ വന്ന സമയത്ത് ബ്രൂക്ക് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ആ പട്ടി അവളുടെ മേലേക്ക് വെറുതെ ചാടിക്കയറിയത്. അപ്പൊ ജെറമി ഡാഫിനിയുടെ അടുത്ത് എന്തോ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് കാരണം ആളുകൾക്ക് മനസ്സിലാവരുത് നിങ്ങൾ ഒരുമിച്ചാണ് എന്നുള്ള കാര്യം. പിന്നീട് സംഭവിച്ച കാര്യം, ബ്രൂക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ അവളുടെ അടുത്ത് ഒരു ബാക്ക് പാക്ക് ആയിരിക്കും ഉണ്ടായിരുന്നത്. അവൾ ഇവിടെ വന്ന് നേരെ ലേഡീസ് റൂമിലേക്ക് പോയി. അവിടെ വെച്ച് ബാഗിൽ ഉണ്ടായിരുന്ന കാലി ബോക്സ് എടുത്ത് ഒട്ടിച്ച് റെഡിയാക്കി. ബാഗിൽ ഉണ്ടായിരുന്ന മറ്റു സാധനങ്ങളെല്ലാം ബോക്സിനകത്ത് ഇട്ട് ഒട്ടിച്ച് ആ ബോക്സ് എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. അതാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് മോർഗൻ ആ ബോക്സ് എടുക്കുന്നു. അപ്പൊ ബ്രൂക്കിന് ബോധം തെളിഞ്ഞ് അവൾ പതുക്കെ എഴുന്നേൽക്കുന്നു. അപ്പൊ മോർഗൻ, ഇതിനുള്ളിൽ ബോംബ് പോലെ തോന്നണമെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് വേണമായിരുന്നല്ലോ എന്ന് പറയുന്നു. അത് കേട്ട ബ്രൂക്ക് ജെറമിയോട്, അവൾ പറഞ്ഞ സത്യമാണ്, അത് ബോംബല്ല, ഞാൻ നിന്നോട് നുണ പറഞ്ഞാണ്, സോറി എന്ന് പറയുന്നു. അത് കേട്ട് ജെറമി തോക്ക് താഴ്ത്തുന്നു. പക്ഷെ പെട്ടെന്ന് അവൻ വീണ്ടും തോക്ക് ഉയർത്തിയപ്പോഴേക്കും പുറകിൽ നിന്നിരുന്ന ഡാഫിനെ അവനെ അടിച്ചു വീഴ്ത്തുന്നു. താഴെ വീണ് അവൻ ആ റിമോട്ട് ഞെക്കിയെങ്കിലും ബോംബ് പൊട്ടിയില്ല. അങ്ങനെ മറ്റു പോലീസുകാരും കൂടെ വന്ന് അവനെ കീഴ്പ്പെടുത്തി വിലങ്ങ് വയ്ക്കുന്നു. ശരിക്കും അവൻ ടോമിന് വെടിവെച്ചായിരുന്നല്ലോ, അത് അബദ്ധത്തിലാണെങ്കിലും അവന്റെ കയ്യിലിരുന്നാണ് വെടി പൊട്ടിയത്. അതുകൊണ്ട് ചിലപ്പോൾ കൊലപാതക കുറ്റത്തിന് ചാർജ് ചെയ്ത് അവൻ അകത്തിടും. അപ്പോൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയാണ് അവൻ ഡീൽ സംസാരിക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ ചീറ്റിപ്പോയെന്ന് മാത്രം. അങ്ങനെ ജെറമിയെയും ബ്രൂക്കിനെയും അറസ്റ്റ് ചെയ്യുന്നു. താഴെ വന്ന മോർഗൻ ഏവയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു. ലുഡോയും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഏവ, അമ്മയല്ലേ എല്ലാവരും പുറത്തു കൊണ്ടുവന്നത്, എന്റെ അമ്മ ഭയങ്കര സ്മാർട്ട് ആണെന്ന് അവൾ പറയുന്നു. അതിനുശേഷം കാരഡക്കിന്റെ അടുത്ത് നിന്ന് മോർഗനോട് അവൻ താങ്ക് യു പറയുന്നു. അവൾ തിരിച്ചും. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ബ്രൂക്ക് അവളോട് സോറി പറഞ്ഞപ്പോൾ, സാരമില്ല, നിരപരാധി ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ നീ ഇത് ചെയ്തത് എന്ന് മോർഗൻ പറയുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ലോഗൻ ജയിലിൽ നിന്നും മോചിതനാവുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് മോർഗൻ അല്പം ദേഷ്യത്തിൽ, പക്ഷെ നീ എന്റെ മോളെ അപകടത്തിലാക്കി, നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ദിവസം ആ ഫീൽ എങ്ങനെയായിരിക്കും നിനക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് അല്പം കലിപ്പിൽ അവിടെ നിന്ന് നടന്നു പോകുന്നു. ബ്രൂക്ക് അത് കേട്ട് വല്ലാതാവുന്നുണ്ട്. അടുത്ത ദിവസം മോർഗൻ ടോമിനെ ആശുപത്രിയിൽ ചെന്ന് കാണുന്നു. അവന് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അവിടെ നിന്ന് അവൾ നേരെ ഓഫീസിലെത്തുന്നു. അവിടെ എത്തിയപ്പോൾ എല്ലാവരും അവളെ കൈയടിച്ച് സ്വീകരിക്കുന്നു. അതിനുശേഷം എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചതിന് ഓരോരുത്തരായി അവൾക്ക് താങ്ക് യു പറയുന്നുണ്ട്. അത് മാത്രമല്ല, അവൾക്ക് സ്വന്തമായിട്ടൊരു ടേബിളും കിട്ടുന്നു. അങ്ങനെ ആദ്യം അവൾക്ക് ഒഫീഷ്യലി ബാഡ്ജ് കിട്ടി, ഇപ്പോൾ ഒരു സീറ്റും ഉണ്ട്. അതിനുശേഷം ഇന്നെന്താ വർക്ക് എന്ന് ചോദിച്ച് അവൾ കാരഡക്കിന്റെ മേശപ്പുറത്ത് പതുക്കിയിരിക്കുന്നു. അതായത് പണ്ട് അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ആയിരുന്ന അവള് ഇന്ന് അവിടുത്തെ ഒരു ഓഫീസറുടെ മേശപ്പുറത്തിരിക്കുന്ന ലെവലിലേക്ക് എത്തി. അങ്ങനെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പുഞ്ചിരിച്ചുകൊണ്ട് ഒരു കേസ് ഫയൽ നോക്കിയിരിക്കുന്ന മോർഗനെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ദി എൻഡ്.